ഹായ്, ഞാൻ ഇന്ന് ഒരിടം വരെ പോവുകയാണ്. എവിടെയാണെന്ന് അറിയണ്ടേ? ഞാൻ ഇന്ന് പോകുന്നത് ട്രെയിനിലാണ്. ഈ ട്രെയിൻ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ ഈ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ട്രെയിനിലാവുമ്പോൾ അതൊരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ അധികം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മുഷിപ്പുണ്ടാവുമല്ലോ. അത് ഈ ബസ്സിലും കാറിലൊക്കെ പോകുമ്പോൾ ഇരുന്ന് നമ്മൾ മുഷിയല്ലോ. ട്രെയിനാകുമ്പോൾ അതും ഒന്ന് കുറയും. അങ്ങനെ കുറേ പ്രത്യേകത ഉണ്ട് ഈ ട്രെയിൻ യാത്രയ്ക്ക്. അങ്ങനെ ഞാൻ എത്തിയത് നമ്മളെ വടകരക്കാരുടെ സ്വന്തം വടകര റെയിൽവേ സ്റ്റേഷൻ. വടകര റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അടിമുടി മാറിപ്പോയിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഇതവിടെ വടകര തന്നെയാണോ എന്ന് തോന്നിപ്പോകും. അത്രയും മാറ്റങ്ങളാണ് വന്നത്. നല്ല AC വെയിറ്റിംഗ് ഹോളും നല്ല ടൈൽസ് എല്ലാം ഒട്ടിച്ച് വടകരയിപ്പം നല്ല അടിച്ച് പൊളിയാക്കി. ഞങ്ങൾ ട്രെയിൻ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ട്രെയിനിലേക്ക് കയറാൻ പോകുന്നു. ഈ ട്രെയിനിൽ കയറാൻ പോകുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് കയറി ഇറങ്ങുകയും ചെയ്യണം. അത് എപ്പോഴും എനിക്ക് ഇപ്പോഴും പേടിയാണ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരു പേടി തന്നെ. കാലിൽ നിന്ന് തെന്നുമോ എന്നുള്ളൊരു പേടി എപ്പോഴും മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടാണ് കയറി ഇറങ്ങുക ചെയ്യൽ. എല്ലാവരും അതുപോലെ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒരു തിരക്കും കൂട്ടണ്ട. പോകുന്നുണ്ടേ പോട്ടെ, ഇറങ്ങുന്നില്ല ഇറങ്ങണ്ട, നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാമല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ വടകരയിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിൻഡോ സൈഡിലൊക്കെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക നല്ലൊരു രസമുള്ള കാര്യം തന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തി. ഈ പണ്ട് കാലത്തൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ ഷൊർണൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഷൊർണൂർ കേരളത്തിലല്ല പുറത്തേതോ നാട്ടിലെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പം അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലായത് സത്യം ഷൊർണൂർ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ളതെന്ന് എനിക്കിപ്പോൾ അടുത്താ മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്താനായി. ഞങ്ങൾ എറണാകുളം ടൗണിലാണ് ഇറങ്ങാൻ പോകുന്നത്. എറണാകുളം 2 സ്റ്റേഷനുണ്ട്. ഒന്ന് എറണാകുളം നോർത്ത്, ഒന്ന് എറണാകുളം സൗത്ത്. ഞങ്ങൾ ഇറങ്ങിയത് എറണാകുളം നോർത്തിലാണ്. അങ്ങനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊരു ഹോട്ടലിൽ കയറി. അവിടെ നല്ല വെജ് ഫുഡായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നേ. ഇതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് എറണാകുളം കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചിനി നാട്ടിലേക്ക് തന്നെ. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ വടകരയ്ക്കുള്ള ട്രെയിനും കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വടകരയ്ക്കുള്ള ട്രെയിനൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ വടകരയ്ക്ക് നമ്മളെ നാട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.